ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ മാസം PSC നടത്തിയൊരു ചോദ്യപേപ്പറിലെ കുറച്ച് ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സും നമുക്കിന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഭൂവൽക്കവും മാൻഡിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ എന്താണ് വിളിക്കുന്നത്? ഭൂമിയുടെ ഘടന നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ക്രസ്റ്റായിട്ട് കാണാം. ഇത് ക്രസ്റ്റാണ്. അതിനുശേഷം മാൻഡിലുണ്ട്, മാൻഡില്. പിന്നീട് കോറ്, ഔട്ടർ കോറും ഇന്നർ കോറും ചേർന്ന കോറ് അല്ലെങ്കിൽ കാമ്പ് എന്ന് പറയുന്നു. ഓക്കെ, ഇതിൽ ക്രസ്റ്റ് നമുക്ക് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഒന്ന് ഓഷ്യാനിക് ക്രസ്റ്റും. ഓക്കെ, മാൻഡിലിനെ നമുക്കതുപോലെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് അപ്പർ മാൻഡിൽ, അതുപോലെ മിഡിൽ മാൻഡിൽ, പിന്നെ ലോവർ മാൻഡിൽ. അപ്പർ മാൻഡിൽ, മിഡിൽ മാൻഡിൽ, ലോവർ മാൻഡിൽ. ഓക്കെ ആണല്ലോ. പിന്നെ ഔട്ടർ കോറും ഇന്നർ കോറും. ഓക്കെ, ഇതിൽ കോണ്ടിനെൻ്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും ചേർന്ന് ഈ ഒരു ക്രസ്റ്റിൻ്റെ ഭാഗവും മാൻഡിലിൻ്റെ അപ്പർ പോർഷനും ചേർന്നിട്ടുള്ളതാണ് എന്ത്? ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ലിത്തോസ്ഫിയർ ഒരു സോളിഡ് സ്റ്റേറ്റിലുള്ള ഭാഗമാണ് കേട്ടോ. സോളിഡ് സ്റ്റേറ്റിലാണ് ലിത്തോസ്ഫിയർ ഉള്ളത്. അതിന് തൊട്ട് താഴെയായിട്ട് മാൻഡിലിൻ്റെ മിഡിൽ പാർട്ടിനെയാണ് നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. അസ്തനോസ്ഫിയർ ആണ് മാൻഡിലിൻ്റെ മിഡിൽ പാർട്ട്. ഓക്കെ, അതിനുശേഷം ഇവിടെ താഴെയുള്ള ഇതാണ് കാമ്പ് എന്ന് പറയുന്നത്. കാമ്പ് അല്ലെങ്കിൽ കോർ എന്നതാണ് ഇവിടെ നാലാമത്തെ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഭൂവൽക്കം ക്രസ്റ്റാണ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അസ്തനോസ്ഫിയർ ഉള്ളത് സെമി ലിക്വിഡ് സ്റ്റേറ്റിലാണെന്നൊന്ന് ഓർത്തിരിക്കണം കേട്ടോ. സെമി ലിക്വിഡ് സ്റ്റേറ്റിലാണ് അസ്തനോസ്ഫിയർ ഉള്ളത്. ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ സോളിഡ് സ്റ്റേറ്റിലാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഭൂപടത്തിൽ നൽകിയിട്ടുള്ളതിൽ ഏത് രീതിയിലുള്ള തോതാണ് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുക? തോതെന്ന് പറഞ്ഞാൽ ആനുപാതിക അകലം അല്ലെങ്കിൽ ഒരു അളവാണെന്ന് നമുക്കറിയാം. അപ്പോൾ തോത് നമ്മൾ ഭൂപട നിർമ്മാണത്തിൽ 3 തരത്തിലാണ് പറയുന്നത്. ഒന്ന് പ്രസ്താവന രീതി, 2 ഭിന്നക രീതി, 3 രേഖാരീതി. അങ്ങനെ 3 രീതിയിലാണ് ഭൂപടത്തിൽ തോതുകൾ രേഖപ്പെടുത്തുന്നത്. ഭൂപടത്തിൽ തോത് രേഖപ്പെടുത്തുന്നതിനാണ് പ്രസ്താവന രീതി ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും. കാരണം സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പ്രസ്താവന രീതിയിൽ ഭൂപടം തയ്യാറാക്കുന്നത്. രണ്ടാമത്, ഭൂപടങ്ങളിലെ ദൂരവും ഭൂമിയിലെ ദൂരവും ആനുപാതികമായിട്ടുള്ള അകലത്തിൽ സൂചിപ്പിക്കുന്ന രീതിയാണ് ഭിന്നക രീതി എന്ന് പറയുന്നത്. ഭൂപടങ്ങളിലെ ദൂരവും ഭൂമിയിലെ ദൂരവും ആനുപാതികം എന്ന രീതിയിലുള്ള അകലത്തെ സൂചിപ്പിക്കുന്ന തരത്തിൽ വരയ്ക്കുന്നതാണ് ഭിന്നക രീതി. ഇനി രേഖാരീതി എന്ന് പറയുന്നത് ഭൂപടങ്ങൾ വലുതാകുകയോ ചെറുതാകുകയോ ചെയ്യുമ്പോൾ അതിൽ രേഖാരീതി കാണിച്ചിട്ടുള്ള തോതും ആനുപാതികമായിട്ട് മാറും. അതാണ് രേഖാരീതി. ഓക്കെ ആണല്ലോ. അത്തരത്തിലാണ് 3 രീതികൾ വരുന്നത്. അതിൽ ഏറ്റവും എളുപ്പം സാധാരണക്കാർക്ക് പോലും മനസ്സിലാകത്തക്ക രീതിയിൽ തയ്യാറാക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രസ്താവന രീതിയാണ്. പ്രസ്താവന രീതി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന മേഖല ഏതാണ്? ധാതുക്കളുടെ കലവറ. ഭൂപ്രകൃതിയുടെ വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ഭൂപ്രകൃതിയെ തരംതിരിച്ചിരിക്കുന്ന എത്ര തരമാണ്? SCERT കണക്കുകൾ പ്രകാരം 6 തരത്തിലാണ്. ഒന്ന് വടക്ക് കിഴക്കൻ പർവ്വതങ്ങൾ, 2 വടക്കൻ സമതലങ്ങൾ, 3 ഉപദ്വീപീയ പീഠഭൂമി, 4 ഇന്ത്യൻ മരുഭൂമി, 5-മതായിട്ട് തീരസമതലങ്ങളും 6-മതായിട്ട് ദ്വീപുകളുമാണ് വരുന്നത്. ഓക്കെ, ഇതിൽ ഉപദ്വീപീയ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഏത് എന്ന് ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗം ഏത് എന്ന് ചോദിച്ചാലും ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഇത് തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും സ്ഥായിയായതുമായിട്ടുള്ള ഭൂവിഭാഗം. ധാതുക്കളുടെ കലവറ എന്ന് ചോദിച്ചാലും ഉത്തരം ഉപദ്വീപീയ പീഠഭൂമിയാണ് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കമേറിയതും സ്ഥായിയായതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഏത് എന്ന് ചോദിച്ചാലും ഉപദ്വീപീയ പീഠഭൂമിയാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നതും ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട ധാതു വിഭവങ്ങൾ ഏതൊക്കെയാ? ഇരുമ്പയിര്,
കൽക്കരി, മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല് ഇവയെല്ലാം തന്നെ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്നു. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തത് 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് മാധവ് ഗാഡ്ഗിലിനാണ്. മാധവ് ഗാഡ്ഗിൽ. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കിക്കൊണ്ട് 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ്? കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം എന്നിവയൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് 1982 നിലവിൽ വന്ന സ്ഥാപനമാണ് നബാർഡ്. ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ നബാർഡാണ് ഉത്തരം. ഗ്രാമീണ വികസനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ബാങ്കുകളെയും ഏകോപിപ്പിക്കുന്ന ബാങ്കും നബാർഡ് തന്നെയാണ് കേട്ടോ. ഏത് വർഷം നിലവിൽ വന്നത്? 1982 ചോദ്യത്തിൽ തന്നെയുണ്ട്. ഇത് മറ്റൊരു ചോദ്യം കൂടി ആയതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് കേട്ടോ. 1982 ജൂലൈ 12 നബാർഡ് നിലവിൽ വന്നത്. ജൂലൈ 12 നബാർഡ് നിലവിൽ വന്നത്. നബാർഡ് രാഷ്ട്രത്തിനായിട്ട് സമർപ്പിച്ചത് എന്നത് നവംബർ 5 കേട്ടോ. 1982 തന്നെ നവംബർ 5. 1982 ജൂലൈ 12 നബാർഡ് നിലവിൽ വന്നു. നബാർഡ് രാഷ്ട്രത്തിന് സമർപ്പിച്ചത് 1982 നവംബർ 5. മുംബൈ ആണ് നബാർഡിൻ്റെ ആസ്ഥാനമായിട്ട് വരുന്നത്. കേരളത്തിലെ ആസ്ഥാനം എവിടെയാ? തിരുവനന്തപുരമാണ് കേട്ടോ. തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്താണ് കേരളത്തിലെ നബാർഡിൻ്റെ ആസ്ഥാനം. ഓക്കെ, അടുത്തത് ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആരാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് 1951, 1956 കാലഘട്ടത്തിലെ പദ്ധതിയാണ്. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി അല്ലെങ്കിൽ കരട് തയ്യാറാക്കിയ വ്യക്തിയാണ് KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി അല്ലെങ്കിൽ കരട് തയ്യാറാക്കിയ തൃശ്ശൂർ സ്വദേശിയാണ് KN രാജ്. അപ്പോൾ നമ്മുടെ ആൻസർ ആരാണ്? പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് KN രാജ്. ഇദ്ദേഹം ഒരു പ്രസിദ്ധമായ വാദം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ആദ്യ 2 ദശകങ്ങളിൽ സാവധാനം മുന്നേറണമെന്നും ദ്രുതഗതിയിലുള്ള വികസനം ജനാധിപത്യത്തെ അപകടത്തിലാക്കുമെന്നും വാദിച്ചത് ആര് എന്ന് ചോദിച്ചാൽ KN രാജാണ്. ഇന്ത്യ ആദ്യ 2 ദശകങ്ങളിൽ സാവധാനം മുന്നേറണമെന്നും ദ്രുതഗതിയിലുള്ള വികസനം ജനാധിപത്യത്തെ അപകടത്തിലാക്കുമെന്ന് വാദിച്ചത് KN രാജാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കാർഷിക പദ്ധതി എന്ന് അറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് എന്ന്. കൃഷി, ജലസേചനം, വിലസ്ഥിരത, വൈദ്യുതി, ഗതാഗതം എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ട് ഈ ഒരു ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള വിഷയങ്ങൾ. ഓക്കെ, ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്ന പേരെന്താണ്? ഹരോഡ് ഡോമർ മോഡൽ എന്നാണ് കേട്ടോ. ഹരോഡ് ഡോമർ മോഡൽ എന്നാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? 12ാം പഞ്ചവത്സര പദ്ധതി 2012-17 കാലഘട്ടത്തിലാണ്. 2012-17 കാലഘട്ടത്തിലാണ് 12ാം പഞ്ചവത്സര പദ്ധതി വരുന്നത്. ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? 12ാം പഞ്ചവത്സര പദ്ധതി കാലത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. മൻമോഹൻ സിംഗ്. ഓക്കെ, 12ാം പഞ്ചവത്സര പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ സുസ്ഥിര വികസനമായിരുന്നു. സുസ്ഥിര വികസനം. ഓക്കെ, സ്ഥിരതയോടുകൂടിയ വളർച്ച ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു? 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമായിരുന്നു കേട്ടോ. 4ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ സ്ഥിരതയോടുകൂടിയ വളർച്ചയാണ്. സുസ്ഥിര വികസനം 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ്. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ് ഇതെല്ലാം 7ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. 7ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യത്തിൽപ്പെടുന്നതാണ് ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്. ഇനി മാനവശേഷി വികസനം 8ാമത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് കേട്ടോ. 8th
5-ഇയർ പ്ലാനിൻ്റെ ലക്ഷ്യം എന്തെന്ന് ചോദിച്ചാൽ മാനവശേഷി വികസനമാണ്. മാനവശേഷി വികസനം 8ാമത് പഞ്ചവത്സര പദ്ധതി, ആധുനികവൽക്കരണം 7ാമത് പഞ്ചവത്സര പദ്ധതി, സുസ്ഥിര വികസനം 12ാമത്, സ്ഥിരതയോടുകൂടിയ വളർച്ച 4ാമത് പഞ്ചവത്സര പദ്ധതിയാണ്. ചോദ്യം, 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? SCERT ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായി 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ 1962 UK സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ 1964 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചു എന്നത്. റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ ആരംഭിച്ചിട്ടുള്ള 2 ഇരുമ്പുരുക്ക് ശാലയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായിയും അതുപോലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോയും റഷ്യയുടെ സഹായത്തോടെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ഭിലായി, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബൊക്കാറോ എന്നിവയാണ് ആരംഭിച്ചിട്ടുള്ളത്. 1959 ജർമ്മനിയുടെ സഹായത്തോടെ റൂർക്കേലയിലാണ് ആരംഭിച്ചിട്ടുള്ളത്. ഒഡീഷയിലാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ് ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ എന്താണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ്. 1962 UK സഹായത്തോടെ ആരംഭിച്ചിട്ടുള്ളതാണ് ദുർഗാപൂരിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂർ ആരംഭിച്ചത് UK സാങ്കേതിക സഹായത്തോടെയാണ്. അപ്പൊ ആൻസർ എന്താന്ന് കിട്ടിയല്ലോ. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേലയാണ്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. ഇതിൽ ഭിലായി, ബൊക്കാറോ എന്നിവ റഷ്യയും ദുർഗാപൂർ UKയുമാണെന്ന് നമ്മളിപ്പോൾ പഠിച്ചു. ഓക്കെ ആണല്ലോ. ഇനി ഇന്ത്യയുടെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെയെല്ലാം ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന റോഡ്. ഓക്കെ ആണല്ലോ. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിട്ടുള്ളത്? 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിട്ടുള്ളത്? തൊവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിവയാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. തൊവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. തൊവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിവയാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത താലൂക്കുകൾ. ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നതാണ് DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത്. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്നത് ഡോക്ടർ മുതലിയാർ കമ്മീഷനിലാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ത്രിഭാഷാ പദ്ധതി നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഡോക്ടർ മുതലിയാർ കമ്മീഷനാണ്. 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പിലാക്കണം. മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകണം എന്നിവയെല്ലാം തന്നെ ഡോക്ടർ DS കോത്താരി കമ്മീഷന്റെ ശുപാർശകളിൽ ഉൾപ്പെടുന്നതാണ്. SCERT ടെക്സ്റ്റിൽ ഇതേപടി തന്നെ കൊടുത്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചതുമാണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്? കേരളത്തിലെ
പറവൂരാണ് കേട്ടോ. കേരളത്തിലെ പറവൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരീക്ഷിച്ചത്. പറവൂരാണ്. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെന്റ് അംഗത്തിനോ എതിരായി അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം ഏതാണ്? ലോക്പാൽ ആണ് കേട്ടോ. ലോക്പാൽ ലോകായുക്ത സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കേന്ദ്രവുമായി ബന്ധപ്പെട്ടത് ലോക്പാൽ ആണ്. പ്രധാനമന്ത്രിക്കോ കേന്ദ്ര സർക്കാരിലെ മന്ത്രിക്കോ പാർലമെന്റ് അംഗത്തിനോ എതിരായി അഴിമതി ആരോപണങ്ങൾ ഉണ്ടായാൽ അന്വേഷിക്കാൻ യോഗ്യതയുള്ള സ്ഥാപനം ലോക്പാൽ ആണ്. ലോക്പാൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 54 ആണ്. ആർട്ടിക്കിൾ 54. ഇവിടെ തന്നിരിക്കുന്ന മറ്റു ഓപ്ഷൻസുമായിട്ട് നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല. 66 ആണ് പിന്നെയും കൺഫ്യൂഷൻ വരാനായിട്ടുള്ള ഒരു ചാൻസ്. അത് വൈസ് പ്രസിഡന്റിന്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 66. 325 ഇലക്ട്രൽ റോളുമായി ബന്ധപ്പെട്ടതാണ്. 352 എന്നത് നാഷണൽ എമർജൻസിയുമായി ബന്ധപ്പെട്ടതാണ്, നമുക്കറിയാം. 66 വൈസ് പ്രസിഡന്റുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടത് ആർട്ടിക്കിൾ 54 ആണ്. ഓക്കെ. ആസാമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേര് എന്താണ്? സാത്രിയയാണ് കേട്ടോ. സാത്രിയ. അസമിലെ ഒരു പരമ്പരാഗത നൃത്ത നാടകത്തിന്റെ പേര് സാത്രിയയാണ്. ദക്ഷിണേന്ത്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്താണ്? ദക്ഷിണേന്ത്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം സമാധാനം, സമൃദ്ധി, പുരോഗതി എന്നതാണ്. സമാധാനം, സമൃദ്ധി, പുരോഗതി എന്നതാണ് ദക്ഷിണേന്ത്യൻ ഗെയിമുകളുടെ മുദ്രാവാക്യം എന്നത്. MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? MT വാസുദേവൻ നായർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വർഷം ഏതാണ്? 1995 ആണ്. 1995 ഇദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വേദി ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പുന്നമടക്കായലിലാണ്. പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്. കേരള മൗപ്പസന്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള മൂപ്പസാങ് എന്നാണ്. കേരള മൂപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ളയാണ്. തകഴി ശിവശങ്കരപ്പിള്ള. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള വ്യാസൻ എന്നറിയപ്പെടുന്നത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. കേരള മൂപ്പസാങ് എന്നറിയപ്പെടുന്നത് ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ളയുമാണ്. ഏത് സ്ഥലത്താണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടത്? ഏത് സ്ഥലമാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ടത്? അത്തച്ചമയവുമായി ബന്ധപ്പെട്ടത് തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറ. ഓക്കെ. തൃപ്പൂണിത്തുറയാണ് അത്തച്ചമയവുമായി ബന്ധപ്പെട്ട സ്ഥലം. കുച്ചിപ്പുടി എവിടെ നിന്നാണ് ഉദ്ഭവിച്ചത്? കുച്ചിപ്പുടി ആരംഭിച്ചത് അല്ലെങ്കിൽ ഉദ്ഭവിച്ചത് ആന്ധ്രാപ്രദേശിലാണ്. കുച്ചിപ്പുടിയുടെ ഉദ്ഭവം എവിടെയാണ്? ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശ്. ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്കായി നടത്തുന്ന ഒരു അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവന്റിന്റെ പേര് എന്താണ്? പാരാലിമ്പിക് ഗെയിമുകൾ എന്നതാണ് കേട്ടോ. പാരാലിമ്പിക് ഗെയിംസ് ശാരീരിക വൈകല്യമുള്ള കായിക താരങ്ങൾക്കായി നടത്തുന്ന അന്താരാഷ്ട്ര മൾട്ടി സ്പോർട്സ് ഇവന്റ് ആണ് പാരാലിമ്പിക് ഗെയിമുകൾ. ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. ആമസോൺ കിൻഡിൽ പോലെയുള്ള ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്താണ്? ആമസോൺ കിൻഡിൽ പോലെയുള്ള ബുക്ക് റീഡർമാർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് ഇങ്ക് എന്നതാണ് കേട്ടോ. ഇങ്ക് ആണ് കടലാസിൽ അച്ചടിച്ച മഷിയുടെ രൂപം പകർത്തുന്ന ഒരു ഡിസ്പ്ലേ സാങ്കേതിക വിദ്യയാണ് ഈ ഒരു ഇങ്ക് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ലാത്തത് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളതിൽ പ്രൊസസ്സർ മാനേജ്മെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല എന്നാണ് പറയുന്നത്. PSCയുടെ ആൻസർ കീയിൽ പറഞ്ഞിട്ടുള്ളതാണ്. പ്രൊസസ്സർ മാനേജ്മെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുടെ പ്രവർത്തനമല്ല. ഓക്കെ. അടുത്തത്, താഴെ തന്നിട്ടുള്ളതിൽ ഉപകരണത്തിന് വാനിലേക്ക് ലാനിനെ ചേർക്കാനാകുന്നത് ഏതിനാണ്? ഏത് ഉപകരണത്തിനാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാനിലേക്ക് ലാനിനെ ചേർക്കാനാകുന്ന ഉപകരണത്തിന്റെ പേരാണ് ഗേറ്റ് വേ എന്നത്. ഗേറ്റ് വേ ആണ് വാനിലേക്ക് ലാനിനെ ചേർക്കാനായിട്ട് ഉപയോഗിക്കുന്നത്.
സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെന്റുകളിലേക്കുള്ള ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത്? സാധാരണ ടെക്സ്റ്റ് കൂടാതെ മറ്റ് ഡോക്യുമെന്റുകളിലേക്ക് ലിങ്കുകൾ അടങ്ങിയ ലിങ്കുകൾ അടങ്ങിയ ഒരു ഡോക്യുമെന്റിനെ ഹൈപ്പർ ടെക്സ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ്. കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ ലോകസഭയുടെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളും മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെയും സംസ്ഥാന നിയമസഭകളിലൂടെയും ആകെ എണ്ണങ്ങളുടെ 15% കൂടുതലാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ് 91ാമത് ഭരണഘടനാ ഭേദഗതി. ഈ ഒരു ഭേദഗതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് 52ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്ന കൂറുമാറ്റ നിരോധന നിയമം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു. അപ്പോൾ 52ാം ഭരണഘടനാ ഭേദഗതിയിൽ എന്താണ് പറയുന്നത്? കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ചാണ്. കൂറുമാറ്റ നിരോധന നിയമം പ്രധാന വിഷയമായിട്ട് പ്രതിപാദിക്കുന്ന ഭേദഗതിയാണ് 52ാം ഭരണഘടനാ ഭേദഗതി. അതായത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ബാനറിൽ മത്സരിച്ച് വിജയിച്ച ഒരാൾ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കൂറുമാറുന്നത് തടയുന്നതിനായിട്ട് കൊണ്ടുവന്ന ഭേദഗതിയാണ് കൂറുമാറ്റ നിരോധന നിയമം പറഞ്ഞിട്ടുള്ള 52ാം ഭരണഘടനാ ഭേദഗതി. ഇത് കൊണ്ടുവന്നതോടുകൂടി ഈ ഒരു 52ാം ഭരണഘടനാ ഭേദഗതി ഭരണഘടനയോട് 10ാമത് ആർട്ടിക്കിളും കൂട്ടിച്ചേർത്തു കേട്ടോ. 10ാമത് ആർട്ടിക്കിളും കൂട്ടിച്ചേർത്തു. ഓക്കെ. കേന്ദ്രമന്ത്രിസഭയുടെ അംഗസംഖ്യ ലോകസഭയുടെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല. ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്ക്. മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റെതാണ്? കുവൈറ്റിൻ്റേതാണ് മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ എത്രയാണ്? ഏറ്റവും കൂടുതൽ 100 ദിവസങ്ങളാണ് കിട്ടുന്നത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം 100 തൊഴിൽ ദിനങ്ങളാണ് ലഭിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് KSEB. മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? മെമ്മറി ഉപകരണങ്ങൾ പ്രോസസ്സിങ്ങിനായി ഡാറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കാൻ ഉപയോഗിക്കുന്നു. മെമ്മറി ഉപകരണങ്ങൾ പ്രോസസ്സിങ്ങിനായിട്ട് ഡാറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. പ്രൈമറി മെമ്മറി വേഗമേറിയതാണെങ്കിലും ഇത് സാധാരണയായി സെക്കൻഡറി മെമ്മറിയെ അപേക്ഷിച്ച് ചെറിയ സംഭരണശേഷി മാത്രമേ ഉള്ളൂ. പ്രൈമറി മെമ്മറി വേഗമേറിയതാണെങ്കിലും ഇതിന് സാധാരണയായി സെക്കൻഡറി മെമ്മറിയെ അപേക്ഷിച്ച് ചെറിയ സംഭരണശേഷി മാത്രമേ ഉള്ളൂ പ്രൈമറി മെമ്മറിക്ക്. റോമും ഫ്ലാഷ് മെമ്മറിയും ഹാർഡ് ഡ്രൈവുകളും നോൺ വോളറ്റൈൽ മെമ്മറിയുടെ ഉദാഹരണമാണ്. റോമും ഫ്ലാഷ് മെമ്മറിയും ഹാർഡ് ഡ്രൈവുകളും നോൺ വോളറ്റൈൽ മെമ്മറിയുടെ ഉദാഹരണമാണ്. സെക്കൻഡറി മെമ്മറികളാണ്. അപ്പം മെമ്മറിയുടെ കാര്യത്തിൽ ജനറലായിട്ടുള്ള ചോദിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. 3ഉം തന്നെ ശരിയാണ്. അപ്പം മുകളിൽ പറഞ്ഞവയെല്ലാം എന്നതാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. താഴെ പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഏതാണ് പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനായിട്ട് പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ലിങ്ക്ഡിൻ ആണ്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡാറ്റ അയക്കാൻ കഴിയുമ്പോഴും ലഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രശ്നമാകാൻ സാധ്യതയുള്ളത് ഏതാണ്? ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡാറ്റ അയക്കാൻ കഴിയുമ്പോഴും ലഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രശ്നമാകാൻ സാധ്യതയുള്ളത് ഓപ്ഷൻസ് നോക്കാം. തെറ്റായ IP കോൺഫിഗറേഷൻ പ്രശ്നമാണ്. ഇൻകമിംഗ് ട്രാഫിക് തടയുന്ന ഫയർവാൾ, പിഴവുകളുള്ള നെറ്റ്വർക്ക് കേബിൾ, ഇവയെല്ലാം തന്നെ പ്രശ്നമാണ്. ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം എന്നതാണ് ആൻസറായിട്ട് വരുന്നത്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡാറ്റ അയക്കാൻ കഴിയുമ്പോഴും ലഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിന് പ്രശ്നങ്ങളാണ് തെറ്റായ IP കോൺഫിഗറേഷൻ, ഇൻകമിംഗ് ട്രാഫിക് തടയുന്ന ഫയർവാൾ, പിഴവുള്ള നെറ്റ്വർക്ക് കേബിൾ. ഓക്കെ, അപ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാം.
അടുത്തത്, ആത്മസാക്ഷാത്കാരം സാധ്യമാവണമെന്നുണ്ടെങ്കിൽ കർക്കശമായ അച്ചടക്കം അനിവാര്യമാണെന്ന് സിദ്ധാന്തിച്ചത് എന്താണ്? ആത്മസാക്ഷാത്കാരം സാധ്യമാവണമെന്നുണ്ടെങ്കിൽ കർക്കശമായ അച്ചടക്കം അനിവാര്യമാണെന്ന് സിദ്ധാന്തിച്ചത് ആശയവാദമാണ്. ആശയവാദം. പിന്നോക്ക വിഭാഗക്കാരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നയിച്ച സമരം ഏതാണ്? പിന്നോക്ക വിഭാഗക്കാരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നയിച്ച സമരമാണ് കണ്ടല ലഹള. കണ്ടല ലഹള. കിൻഡർ ഗാർഡൻ ലോകത്തിന് സംഭാവന ചെയ്തത്. കിൻഡർ ഗാർഡൻ ലോകത്തിന് സംഭാവന ചെയ്തത് ഫ്രോബലാണ്. ഫ്രോബൽ. 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 കിൻഡർ ഗാർഡൻ ലോകത്തിന് സംഭാവന ചെയ്തത് ഫ്രോബലാണ്. പ്രകൃതി എന്ന അദൃശ്യയായ അധ്യാപികയ്ക്ക് അവളുടെ തത്വങ്ങൾക്കനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ തികഞ്ഞ സ്വാതന്ത്ര്യം വേണം എന്ന് പ്രസ്താവിച്ചതാരാണ്? പ്രകൃതി എന്ന അദൃശ്യയായ അധ്യാപികയ്ക്ക് അവളുടെ തത്വങ്ങൾക്കനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ തികഞ്ഞ സ്വാതന്ത്ര്യം വേണം എന്ന് പ്രസ്താവിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. രവീന്ദ്രനാഥ ടാഗോർ. പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഇൻസൈറ്റ് കൊണ്ടാണ് എന്ന് സിദ്ധാന്തിച്ചതാരാണ്? പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണ് എന്ന് സിദ്ധാന്തിച്ചത് ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിലാണ് പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണ് എന്ന് സിദ്ധാന്തിച്ചിട്ടുള്ളത്. ബാല്യകാല വികാരങ്ങളുടെ സവിശേഷതയല്ലാത്തത് എന്താണ്? ബാല്യകാല വികാരങ്ങളുടെ സവിശേഷതയല്ലാത്തതാണ് സ്ഥിരത എന്നത്. സ്ഥിരത. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ലയാണ് എറണാകുളം. എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളമാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യ സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളിൽ പെടാത്തത് ഏതാണ്? സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യ സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളിൽ പെടാത്തത് ഹോപ്പാണ്. ഹോപ്പ്. ശ്രദ്ധയും പരിരക്ഷയും ആവശ്യമായിട്ടുള്ള പാതി വഴിയിൽ പഠനം മുടങ്ങിയ കുട്ടികളുടെ തുടർ പഠനം സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസും അതുപോലെ വിവിധ സർക്കാരിതര സ്ഥാപനങ്ങൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് പൊതുജന പങ്കാളിത്തത്തോടു കൂടി നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ഹോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ സി ആണ്. സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് എന്നാണ്? സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് 1961-ലാണ്. 1961-ലാണ് സ്ത്രീധന നിരോധന നിയമം നിലവിൽ വരുന്നത്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലൂടെ നടപ്പിലാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ശുചിത്വ പദ്ധതിയുടെ പേര് എന്താണ്? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ശുചിത്വ പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ. സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ എന്നതാണ് ഈ ഒരു പദ്ധതി. ഓക്കെ. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആർദ്രം മിഷൻ അല്ലെങ്കിൽ ആർദ്രം പദ്ധതി. നിരാലംബരും നിർധനരുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്? നിരാലംബരും നിർധനരുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് അഗതി രഹിത കേരളം എന്നത്. അഗതി രഹിത കേരളം. ഇനി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കായിട്ടാണ് കേരള സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പ് സഫലം പദ്ധതി ആരംഭിച്ചത്. പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കായിട്ട് സഫലം പദ്ധതി ആരംഭിച്ചു. സഫലം പദ്ധതി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്കായിട്ടാണുള്ളത്. കേരള സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പാണ് ആരംഭിച്ചത്. ലൈഫ് മിഷൻ പദ്ധതി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. കേരളത്തിലെ എല്ലാ ഭവനരഹിതർക്കും പാർപ്പിടം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ചിട്ടുള്ള പദ്ധതി, സമ്പൂർണ്ണ പാർപ്പിട സുരക്ഷാ പദ്ധതിയാണ് ലൈഫ് മിഷൻ പദ്ധതി അല്ലെങ്കിൽ ലൈഫ് പദ്ധതി. ലൈഫ് എന്ന് പറയുന്നതിന് പൂർണ്ണരൂപമുണ്ട്. ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ, ഫിനാൻഷ്യൽ എംപവർമെൻറ്റ് എന്നതാണ് ലൈഫിൻ്റെ പൂർണ്ണരൂപം. ലൈവ്ലിഹുഡ്, ഇൻക്ലൂഷൻ, ഫിനാൻഷ്യൽ എംപവർമെൻ്റ് ആണ് ലൈഫ്. ഓക്കെ.
നവകേരളത്തിനായിട്ട്, മാലിന്യമുക്ത നവകേരളത്തിനായിട്ട് ശുചിത്വ കേരളം സുസ്ഥിര കേരളം എന്ന ഒരു ആശയത്തിൽ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ഹരിത കേരളം പദ്ധതി. പ്രധാനമായിട്ടും ശുചിത്വം, ശാസ്ത്രീയ രീതികളിലൂടെയുള്ള മാലിന്യ സംസ്കരണം, ജലസംരക്ഷണം, കാർഷിക വ്യാപനം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഹരിത കേരളം പദ്ധതി ലക്ഷ്യമിടുന്നത്. ഓക്കെ, ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഗ്രാമപഞ്ചായത്ത് സംവിധാനത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഗ്രാമപഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 40-ലാണ്. ആർട്ടിക്കിൾ 40-ലാണ്, നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന ആർട്ടിക്കിൾ 40-ലാണ് ഗ്രാമപഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പഞ്ചായത്തുകളുടെ രൂപീകരണം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത് എന്നതാണ് ആർട്ടിക്കിൾ 40-ൽ പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 41-ൽ ജോലി ചെയ്യാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നിവ ഉറപ്പുവരുത്താൻ രാഷ്ട്രം ഫലപ്രദമായ വ്യവസ്ഥ ഉണ്ടാക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്നു. ആർട്ടിക്കിൾ 41-ൽ ജോലി ചെയ്യാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായിട്ട് രാഷ്ട്രം ഫലപ്രദമായ വ്യവസ്ഥകൾ ഉണ്ടാക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 41. ആർട്ടിക്കിൾ 42-ൽ പറയുന്നു, നീതിപൂർവവും മനുഷ്യോചിതവുമായിട്ടുള്ള തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക, പ്രസവാനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുക. ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 42-ലാണ്. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1961 എന്നിവ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ എന്ന് ചോദിക്കുന്നത് ആർട്ടിക്കിൾ 42-ആണ്. 1961-ലാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്റ്റും അതുപോലെ പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972-ലാണ് കേട്ടോ. 1972-ലാണ്. നീതിപൂർവവും മനുഷ്യോചിതപരവുമായിട്ടുള്ള തൊഴിൽ സാഹചര്യം ഉറപ്പുവരുത്തുക, പ്രസവാനുകൂല്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നിവ പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 42-ലാണ്. ഇനി ആർട്ടിക്കിൾ 43, തൊഴിലാളികൾക്ക് ഉപജീവനക്ഷമമായ വേതനം, കുടിൽ വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം എന്നിവ പരാമർശിക്കുന്നത് ആർട്ടിക്കിൾ 43-ലാണ്. തൊഴിലാളികൾക്ക് ഉപജീവനപരമായിട്ടുള്ള വേതനവും കുടിൽ വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനവും നൽകുക എന്ന ആശയം പറഞ്ഞിട്ടുള്ളത് ആർട്ടിക്കിൾ 43. ഇനി ആർട്ടിക്കിൾ 43-ന് എ എന്നൊരു പാർട്ടോടെ ഉണ്ട്, എയും ബിയും ഉണ്ട്. ആർട്ടിക്കിൾ 43-ൽ പറയുന്നു, വ്യവസായ സംരംഭങ്ങളിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. വ്യവസായ സംരംഭങ്ങളിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം പറയുന്നത് ആർട്ടിക്കിൾ 43-ലാണ്. ആർട്ടിക്കിൾ 43-ബിയിൽ പറയുന്നു, 43-ബിയിൽ പറയുന്നു, സഹകരണ സംഘങ്ങളുടെ ഉന്നമനം, പ്രൊമോഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നത് ആർട്ടിക്കിൾ 43-ബിയിലാണ് പറയുന്നത്. ആർട്ടിക്കിൾ 43-ബിയിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 43-ൽ പറയുന്നത് എന്താണ്? വ്യവസായികൾക്ക്, തൊഴിലാളികൾക്ക് ഉപജീവനത്തിന് ഉതകുന്ന തരത്തിലുള്ള വേതനം നൽകണം, കുടിൽ വ്യവസായങ്ങൾക്ക് പ്രോത്സാഹനം നൽകണമെന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 43-എയിൽ പറഞ്ഞു വ്യവസായ സംരംഭങ്ങളിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തണമെന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 43-ബിയിൽ സഹകരണ സംഘങ്ങളുടെ ഉന്നമനത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ 6 ആർട്ടിക്കിൾസ് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.